ഹായ് കൂട്ടുകാരെ, അജീഷാണ് ഇടുക്കി ചില്ലീസ്. നമുക്കൊരു വെറൈറ്റി കാഴ്ചകളിലേക്ക് ഇന്ന് പോയാലോ? സമയം ഏകദേശം രാത്രി 9 മണി കേട്ടോ. ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അവിയലും സാമ്പാറും അതുപോലെ അച്ചാറൊക്കെ കൂട്ടി ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഊണൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാറപ്പുറങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പം നിങ്ങൾ ഓർക്കും ഏതാ സ്ഥലമെന്ന്. ഇത് ഇടുക്കി ജില്ലയിലെ ചിന്നാർ എന്ന് പറയുന്ന സ്ഥലമാണ്. പുഴയ്ക്കകമാണ്. പുഴയ്ക്കകത്ത് ഇവിടെ ഒരു അമ്പലമുണ്ട്. ഏകദേശം ഇടുക്കി ജില്ലയിലെ 48 കുടികളിൽ നിന്നുള്ള ആളുകൾ ആബാലവൃത്തം ഈ പുഴയ്ക്കകത്ത് വന്നു കൂടിയിട്ട് ഒരു രാത്രി മുഴുവൻ അവർ പാട്ടും കൂത്തും അതുപോലെ ആട്ടവും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുകയാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് നമ്മൾ കടക്കുന്നത് കേട്ടോ. എത്രയധികം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. എല്ലാ തരം പ്രായത്തിലുള്ള ആളുകളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് അങ്ങ് പ്രായമായ ആളുകൾ വരെ ഉണ്ട് കേട്ടോ. അതാണ് ഇവരുടെ പ്രത്യേകത. ഇവർ ഏകദേശം കുറേ ദിവസങ്ങളായിട്ട് ഇവരുടെ അമ്പലങ്ങളിലുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി ഇങ്ങനെ ആട്ടവും പാട്ടവും കൂത്തും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ഇതിനു മുമ്പ് മുരിക്കാശ്ശേരിയിലുള്ള ഒരു അമ്പലത്തിന്റെ അവിടെയായിരുന്നു. അതിനു മുമ്പ് വേറൊരു സ്ഥലത്തായിരുന്നു. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ് ഈ കൂത്തിന്റെ ഒരു രീതി കേട്ടോ. ഏകദേശം നമ്മുടെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഇടുക്കിയിൽ ഇങ്ങനെ കൂത്തൊക്കെ നടക്കാറുള്ളത്. അപ്പോൾ കൂത്ത് നടക്കുമ്പോൾ തന്നെ പണ്ടൊക്കെ നമ്മുടെ അമ്പലപ്പറമ്പുകളിലൊക്കെ കാണുന്ന പോലെ കിലുക്കി കൂത്തോ അഥവാ പടംകളി എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ നാട്ടുകാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘങ്ങൾ ഏകദേശം 8-10 ഈ പുഴയ്ക്കകത്ത് പല കോണുകളിലും ഉണ്ടാവും. അപ്പോൾ അവിടെ പൈസയൊക്കെ വെച്ച് കിലുക്കി കൂത്ത് നടത്തുന്ന ഒരു രംഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതും പണ്ടത്തെ പെട്രോമാക്സിന്റെ ഒക്കെ വെളിച്ചത്തിൽ അല്ലേ. അതൊക്കെ വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ കിരിക്കൂത്തൊക്കെ നടത്താൻ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്പലപ്പറമ്പുകളിലോ ഉത്സവ പെരുന്നാൾ സ്ഥലങ്ങളിലോ ഒന്നും ഇങ്ങനെയുള്ള കാഴ്ച ഇപ്പോൾ ഇല്ല കേട്ടോ. പക്ഷേ ട്രൈബൽസിന്റെ മേഖലകളിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണെങ്കിലും സമയം ഏകദേശം ഒരു 10:30 അടുത്ത സമയമായി. ഇവിടെ കൂത്ത് തുടങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്ന ആളുകളൊക്കെ പാറപ്പുറത്ത് കൂത്ത് കാണാവുന്ന രീതിയിലൊക്കെ സൗകര്യപ്രദമായിട്ട് ഇരിക്കുമെന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വർഷങ്ങൾ കൂടി അല്ലെങ്കിൽ മാസങ്ങൾ കൂടിയൊക്കെ കണ്ടുമുട്ടിയ ആളുകളൊക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും അവരുടെ ബന്ധുതയൊക്കെ ഇങ്ങനെ പുതുക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയുണ്ട്. നാട്ടുകാരിൽപ്പെട്ട ആളുകളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. കാരണം ഈ ചുറ്റുവട്ടത്തുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്നത് ഒരു കുടിയിലെ മൂപ്പനാണ്, മണിയാറൻകുടിയിലെ ഒരു മൂപ്പനാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. ഇതാണ് ഇവരുടെ അമ്പലം കേട്ടോ. ഈ ഒരു അമ്പലത്തിന്റെ അടുത്താണ് എല്ലാ വർഷവും ഈ ഒരു സമയത്ത് ദിവസങ്ങൾ ഒരുപക്ഷെ മാറാം, ഈ ഒരു സമയത്ത് കൂത്ത് നടക്കുന്നത്. ഈ കൂത്ത് നടക്കാതെ വരുന്നത് ഇവരിൽപ്പെട്ട ആരെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ കൂത്ത് ആ ഒരു വർഷം മാറ്റി വെക്കും കേട്ടോ. ഇത്രയും ആളുകളെ നിയന്ത്രിക്കുവാൻ പോലീസ് വേണ്ടേ? ഇത് ഇവരിൽപ്പെട്ട പോലീസാണ് കേട്ടോ. ട്രൈബൽസിന്റെ ഇടയിലുള്ള പോലീസിന്റെ കയ്യിലുള്ള ആ ഒരു അടയാളമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ. അപ്പോൾ കൂത്ത് തുടങ്ങാൻ വേണ്ടി സമയമായി. ഇവിടെ ദക്ഷിണയും മറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഈ കൂത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആണുങ്ങൾ സ്ത്രീകളുടെ വേഷം കെട്ടിക്കൊണ്ടാണ് ഈ കൂത്ത് ആടുന്നത് കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ കൊച്ചു പെൺകുട്ടികളും ഈ കൂത്തിന്റെ അകത്ത് പങ്കെടുക്കും. അങ്ങനെയാണ് ഈ കൂത്ത് ആരംഭിക്കുന്നത്. ഇതിന്റെ മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് വാമൊഴിയായിട്ട് പകർന്നു കിട്ടിയിരിക്കുന്ന പാട്ടുകളാണ്. ഇതിന് ലിപികളില്ല. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വാമൊഴിയായിട്ട് പകർന്നു കിട്ടിയിരിക്കുന്ന ലിപികളില്ലാത്ത പാട്ടുകൾ ഒരു പ്രത്യേക താളത്തിൽ പാടിക്കൊണ്ട് മന്ത്രവും അതുപോലെ ചിലമ്പും ഒക്കെ കൊട്ടി കൈയൊക്കെ കൊട്ടി ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വേഷം കെട്ടിക്കൊണ്ട് ഒരു രാത്രി മുഴുവൻ അങ്ങനെ കൂത്താടുന്നതാണ് ഇവരുടെ ആചാരം കേട്ടോ. അപ്പം ഇതിങ്ങനെ എല്ലാ വർഷവും നടക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ പല സ്ഥലങ്ങളിൽ പല വീടുകൾ, അമ്പലങ്ങൾ, അതുപോലെ പുഴകൾ, കാടുകളൊക്കെ മാറി മാറിയാണ് ഇങ്ങനെ ഈ കൂത്ത് നടക്കുന്നത്.
ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഇടുക്കിയിലെ 48 കുടികളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം. നമ്മുടെ കേരളത്തിലെ ഏകദേശം 37ഓളം വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽസ് ഗ്രൂപ്പുകളുണ്ട് എന്നാണ് സർക്കാരിന്റെ ഒരു കണക്ക് കേട്ടോ. എന്നാൽ അതിൽ കൂടുവാനുള്ളൊരു സാധ്യതയുണ്ടെന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അതിൽ തന്നെ മണ്ണാൻ സമുദായത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു കൂത്താണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ നേരം പുലരുവോളം ആട്ടവും പാട്ടവും കൂത്തും ഒക്കെ ആയിട്ട് ഇവർ കഴിഞ്ഞുകൂടും. കുറച്ചുപേരൊക്കെ പായൊക്കെ ഇങ്ങനെ ഈ പാറപ്പുറത്തൊക്കെ വിരിച്ചിട്ട് കിടന്നുറങ്ങുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നേരം പുലർന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇവിടെ പൊങ്കാല അർപ്പിച്ചുകൊണ്ട് ഇവരുടെ ആചാരപ്രകാരമുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നടത്തി ഇവർ പിരിയുകയാണ്. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അടുത്തൊരു കൂത്ത് നടക്കുന്ന സ്ഥലത്ത് വീണ്ടും ഇവർ ഒന്നിച്ചു കൂടും. അവിടെയും ഇങ്ങനെ തന്നെയുള്ള കൂത്തും പാട്ടും ഒക്കെ നേരം പുലരുവോളം അവിടെയും അവർ കഴിച്ചു കൂടുകയാണ് കേട്ടോ. ഇവരുടെ രാജാവായിരിക്കുന്ന കോവിൽമഴ രാജാവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അദ്ദേഹത്തെ ശല്യം ചെയ്യാൻ പോയിട്ടില്ല. കുറച്ച് വെളിച്ചത്തിന് കുറവുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ. ഏതായാലും മറ്റൊരു വേഷവിധാനത്തോടു കൂടി ഇരിക്കുന്ന ഇദ്ദേഹത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ അമ്പലത്തിന്റെ മേൽശാന്തിയാണ്, പേര് ഗോപി എന്നാണ്. മണിയാറൻകുടിയിലുള്ള മൂപ്പനും കൂടിയാണ് ഇതൊക്കെ കേട്ടോ. എന്നാണെങ്കിലും നേരം പുലരുവോളം ഈ കൂത്തും മാട്ടും ഒക്കെ ആയിട്ട് ഇവർ കഴിഞ്ഞുകൂടട്ടെ. നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കുക അല്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.